നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. യുഎഇയിൽ ഇന്ന് 68 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 98 പേരാണ് രോഗമുക്തരായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പുതിയതായി നടത്തിയ 2,94,480 പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ആകെ 10 കോടിയിലേറെ പരിശോധനകളാണ് രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,41,858 പേർക്ക് യുഎഇയിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഖത്തറിൽ 151 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 119 പേർ കൂടി രാജ്യത്ത് രോഗമുക്തി നേടി. ആകെ 2,40,278 പേരാണ് രോഗമുക്തി നേടിയിട്ടുള്ളത്. പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 145 പേർ സ്വദേശികളും 6 പേർ വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയവരുമാണ്. കോവിഡ് ബാധിച്ച് പുതുതായി മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 611 പേരാണ് ഖത്തറിൽ ആകെ കോവിഡ് ബാധിച്ച് മരിച്ചത്. സൗദി അറേബ്യയിൽ കോവിഡിൽ നിന്ന് സുഖം പ്രാപിക്കുന്നവരുടെ എണ്ണം കുതിച്ചുയർന്നു. 44 രോഗബാധിതർ കൂടി സുഖം പ്രാപിച്ചപ്പോൾ പുതുതായി 24 പേർക്ക് മാത്രമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ ഒരാളുടെ മരണം കോവിഡ് മൂലമാണെന്ന് കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ ബഹ്റൈൻ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളുടെ പട്ടിക പുറത്തിറക്കി. 7 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കാണ് ബഹ്റൈൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക, ഇസ്വത്തീനി, മൊസാംബിക്, നമീബിയ, ലെസോത്തോ, ബോട്സ്വാന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ബഹ്റൈൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. യുഎഇ, സൗദി രാജ്യങ്ങൾക്ക് പിന്നാലെയാണ് ബഹ്റൈനും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക, നമീബിയ, സിംബാബ്വെ, മൊസാംബിക്, ബോട്സ്വാന, ലെസോത്തോ, ഇസ്വന്തിനി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഒമാൻ സുപ്രീം കമ്മിറ്റി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ കോവിഡിന്റെ പുതിയ വകഭേദം പകരുന്ന സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു. ഒമാനെ കൂടാതെ യുഎഇ, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ബജറ്റ് വിമാന കമ്പനിയായ ഫ്ലൈ അദീൽ വിമാനം ജിദ്ദ, ദുബായ് സെക്ടറിൽ സർവീസ് ആരംഭിച്ചു. ജിദ്ദ, ദുബായ് സെക്ടറിൽ ദിവസവും 10 വിമാനങ്ങളാണ് സർവീസ് നടത്തുക. ഇതോടെ വിമാനയാത്ര നിരക്കിലും കുറവ് വരും. ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 1-ാം നമ്പർ ടെർമിനലിൽ നിന്നും ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 1-ാം നമ്പർ ടെർമിനലിലേക്കാണ് ഫ്ലൈ അദീൽ സർവീസ് നടത്തുക. ലോകത്തെ ഏറ്റവും വലിയ കൂട്ട ഓട്ടത്തിനാണ് ഇന്നലെ ദുബായ് സാക്ഷ്യം വഹിച്ചത്. ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിന്റെ ഗ്രാൻഡ് ഫിനാലെയിൽ 1,46,000 പേരാണ് ഷെയ്ഖ് സായിദ് റോഡിൽ ഓടിയത്. യുഎഇയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഓട്ടത്തിൽ പങ്കെടുക്കാനെത്തിയതോടെ ഷെയ്ഖ് സായിദ് റോഡ് അക്ഷരാർത്ഥത്തിൽ വൻ ട്രാക്കായി മാറി. കോവിഡ് പശ്ചാത്തലത്തിൽ ഉംറ തീർത്ഥാടനത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രഖ്യാപിച്ച് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം രംഗത്ത്. വിദേശ ഉംറ തീർത്ഥാടകർക്ക് ഏർപ്പെടുത്തിയിരുന്ന പ്രായപരിധി അധികൃതർ ഒഴിവാക്കിയത്. 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് നിലവിൽ ഉംറ തീർത്ഥാടനത്തിന് അനുമതിയുള്ളത്. ഈ നിബന്ധനയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. രാജ്യത്ത് കോവിഡിന്റെ വ്യാപനം വലിയ തോതിൽ കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഗ്രാൻഡ് ഫിനാലെക്ക് ഉജ്ജ്വല സമാപനം. ലക്ഷങ്ങളാണ് ഇത്തവണ ചാലഞ്ചിൽ പങ്കെടുത്തത്. ഖത്തറിൽ ബൂസ്റ്റർ ഡോസ് വിതരണം അതിവേഗം പുരോഗമിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം. ഇതിനകം 3/4 ലക്ഷത്തിലേറെ പേർക്കാണ് കോവിഡ് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായുള്ള ബൂസ്റ്റർ ഡോസുകൾ നൽകിയത്. പ്രതിദിനം 5000-ലേറെ പേർ ബൂസ്റ്റർ ഡോസ് എടുക്കുന്നുണ്ടെന്നും ഹമദ് ജനറൽ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ യൂസുഫ് അൽ മസ്ലമാനി അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.